എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക് തോട്ട്സ്. നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളിത് കാണുന്ന സമയം അവര് നിങ്ങളെ പറ്റിയുള്ള തോട്ട്സ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആണല്ലേ തോട്ട്സ്. ആണോ? നമുക്ക് എപ്പോഴും അറിയാം തോട്ട്സിലൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ ഏറ്റവും നല്ല എന്താണ് കാർഡ്സാണ് നമുക്ക് കിട്ടാറുള്ളത്. നോക്കാം അല്ലേ, തോട്ട്സ് നോക്കാം. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യരുത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ആകെ എന്തോ ഒരു ഗ്ലൂമിനെസ് ആയിരുന്നു എനിക്ക്, എന്തോ ഒരു ഭാരം പോലെ. പക്ഷെ ഇന്ന് ശരി ആരുടെ എനർജി കൊളുത്തിയതാന്ന് തോന്നുന്നു. എന്നിട്ട് ഇന്ന് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സ് ഹെവി ആവില്ലേ, അതുപോലെ. നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരു വ്യക്തിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ പേഴ്സൺ അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ് അവരെക്കുറിച്ച് ഈ നിമിഷം എന്താണ് എന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ സമയം എന്താണ് എന്ന് പറഞ്ഞു തരും. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സ് ഈ സമയത്തെ അവരുടെ തോട്ട്സ് എന്താണെന്ന് പറഞ്ഞു തരും. ഞാൻ എടുക്കുന്നില്ല, കാരണം ഒത്തിരി കാർഡ് വീണു. 6 ഓഫ് പെൻറ്റക്കിൾസ് ആദ്യത്തെ കാർഡ്. Ace of Cups. ആഹാ. 2 ഓഫ് കപ്സ്. ഞാൻ പറയാറില്ലേ, തോട്ട്സ് ഒക്കെ നമുക്ക് ഗംഭീരമാണ് എപ്പോഴും. മൂൺ. 3 ഓഫ് വാൻഡ്സ്. ലോങ് ഡിസ്റ്റൻസിൻ്റെ ആൾക്കാരാണ് കുറേ പേര്. നൈറ്റ് ഓഫ് കപ്സ്. കിങ് ഓഫ് വാൻഡ്സ്. ക്വീൻ ഓഫ് സ്വാർഡ്സ്. ആഹാ, പിണങ്ങിയോ? പേജ് ഓഫ് കപ്സ്. ഡെവിൾ. എംപ്രസ്. ഡെത്ത്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരൂ. ലവേഴ്സ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ ഇപ്പോൾ ഈ സമയം അവരാലോചിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ ഒരു ഈക്വൽ ഷെയർ അവർക്ക് എടുക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ പറ്റി ഒരുപാട് സ്നേഹത്തോടെയാണ് ഈ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനസ്സ് വിങ്ങുന്ന പോലെ ഒരു തോന്നൽ. ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, ഈ മനസ്സ് വിങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു എന്ന്. മനസ്സ് വിങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ട്, ഒരുപാട് സ്നേഹം കൊണ്ട് കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ച് ഇനി നിങ്ങളെ ഇപ്പോൾ കാണാൻ പറ്റും. റീയൂണിയനെ പറ്റി അവർ ചിന്തിക്കുകയാണ്. റീയൂണിയൻ എത്രയും വേഗം വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും നിങ്ങളെ കാണാൻ വരുന്നതാണ് കേട്ടോ. ഇത് മൂൺ വെച്ചിട്ട് നിങ്ങളെ വളരെയധികം മിസ്സിങ് എനർജിയിലാണ്. ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് വരുമ്പോഴാണ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൂടുതലായിട്ടും വരുന്നത്. എന്തുകൊണ്ടാണ്? എപ്പോഴും വന്ന് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും അവർക്ക് ഉണ്ടായിരിക്കും. 3 ഓഫ് വാൻഡ്സ് വെച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ് എന്ന് തന്നെ കാണുന്നു. ചിലർക്കെങ്കിലും വളരെ കുറച്ച് പേർക്ക് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ വരുന്ന കാര്യം തന്നെയാണ്. നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, എന്ത് പറയണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കിങ് ഓഫ് വാൻഡ്സ് വെച്ച് സ്നേഹത്തോടൊപ്പം വളരെയധികം റെസ്പെക്റ്റോട് കൂടിയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കേട്ടോ. നിങ്ങളെ പ്രതി വളരെയധികം റെസ്പെക്റ്റാണ്, വളരെയധികം അട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ മുഖമാവട്ടെ, സംസാരമാവട്ടെ, പെരുമാറ്റമാവട്ടെ എല്ലാം അവർക്ക് വളരെയധികം റെസ്പെക്റ്റും സ്നേഹവും ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. ക്വീൻ ഓഫ് സ്വാർഡ്സ് വെച്ച് നിങ്ങളിൽ ചിലരെങ്കിലും ഒന്ന് വഴക്കിട്ടിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു ചെറിയ ഈഗോ ഇഷ്യൂ ഉള്ളതുപോലെ
ആ ഈഗോ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ അത് പറഞ്ഞ് വന്ന് കണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ആ കാര്യം സോൾവ് ചെയ്യണമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലും മനസ്താപം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ശരിയാക്കണം എന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കുഞ്ഞു വഴക്കൊക്കെ ആണെങ്കിൽ അത് ശരിയാക്കണം എന്ന്. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളിൽ നിന്നൊരു കോൾ, മെസ്സേജ്, എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഓൺലൈൻ റിലേറ്റഡ് എവിടെയെങ്കിലും നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അവിടെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലാണ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഫേസ്ബുക്കിലാണ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അവിടെ ഇവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നു. സ്റ്റോക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളുടെ അപ്ഡേറ്റ്സ് എടുക്കുന്നതായിട്ട്, വേറെ അബൌട്ട്സ് എന്താണ് എന്നൊക്കെ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പഴയ പിക്ചേഴ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ അയച്ച മെസ്സേജസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഡെവിൾ വെച്ചിട്ട് നിങ്ങൾ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ള് അവർ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വിട്ടു പോകണമെന്ന് വിചാരിച്ചാൽ അവർക്ക് സാധിക്കാറില്ല. ഓക്കെ, പോയതുപോലെ ഇങ്ങനെ തിരിച്ചു വരും. അങ്ങനെ ഒരു മാഗ്നറ്റിക് പുള്ള് അവർക്ക് നിങ്ങളെ പ്രതി ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എംപ്രസ് വെച്ചിട്ട് അറിയാലോ, എംപ്രസ് സാന്നിധ്യമാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ, ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും. ഓക്കെ, വെച്ചാൽ നിങ്ങൾക്കൊരു റീപ്ലേസ്മെന്റ് അവരുടെ ലൈഫിൽ ഇല്ല, അവർക്ക് വേണ്ട. ഓക്കെ, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അമ്മ സ്ഥാനത്ത് അവർ നിങ്ങളെ ആണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ എന്താണ് സംഭാഷണമാവട്ടെ, നിങ്ങളെ കാണാനാവട്ടെ, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ്, നിങ്ങൾ ആൾക്കാരോട് പെരുമാറുന്ന രീതി എല്ലാം തന്നെ ഇവർക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത് വെച്ച് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും നിങ്ങളൊന്ന് വഴക്കിട്ട് ഇരിക്കുകയാവട്ടെ, അല്ലെങ്കിൽ വേറെന്താ പറയുക, എന്ത് സിറ്റുവേഷൻ, എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു എൻഡ് കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്നവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. ലവേഴ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നവർ കുറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. കാരണം ഒരു കാരണവും ഇല്ലാതെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് പുള്ള്, ഒരു അട്രാക്ഷൻ, അല്ലാതെ ഇത്രയും തീവ്രമായൊരു സ്നേഹം പെട്ടെന്ന് തോന്നാൻ എന്താണ് കാരണം? ഒരു കാരണവും ഇല്ലാതെ അങ്ങനെ ഒരു കണക്ഷൻ വരുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. വളരെയധികം സ്നേഹമായിട്ട് തന്നെയാണ് കാണുന്നത്, ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ, കുറച്ച് കാർഡ്സ് കൂടി തരൂ. അട്രാക്റ്റഡും ആണ് കേട്ടോ, അതും പറയേണ്ടിയിരിക്കുന്നു. കാരണം കിങ് ഓഫ് വാൻഡ്സ്, ലവേഴ്സ്, ഡെവിൾ, അതിൻ്റെ കൂട്ടത്തിൽ എംപ്രസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നാറുണ്ട്. ഓക്കെ, give me some more cards divine, please give me some more cards. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സിൽ അവരെ കുറിച്ച് എന്താണ് പറഞ്ഞു തരൂ. കിങ് ഓഫ് കപ്സ് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ഓക്കെ, 10 ഓഫ് കപ്സ് നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പാരൻസിനോടൊക്കെ സമ്മതം വാങ്ങിച്ച് നിങ്ങൾ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ചിന്ത അവർക്കുണ്ട്. കുറച്ച് പേർക്ക്, 1% ആൾക്കാർക്ക് അവിടെ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ഫാമിലി ഉണ്ടാവാം എന്നും കാണുന്നു. ഓക്കെ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാരണം 3 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയും അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിലർക്ക് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ വന്ന കാർഡ് ഏതാണ്? 4 ഓഫ് വാൻഡ്സ്. ഒരു ന്യൂ ബിഗിനിങ്, ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം, നിങ്ങളുമായിട്ട് ലൈഫ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെക്കുക, അതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിന്നൊരു അക്സെപ്റ്റൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ചിലർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണ്. ആ ലോങ് ഡിസ്റ്റൻസിലുള്ളവർ വളരെയധികം സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ബോദറേഷൻ ആണ്. കാരണം ട്രാവൽ ചെയ്ത് വേണം നിങ്ങളെ വന്ന് കാണാൻ. ആ ലോങ് ഡിസ്റ്റൻസ് ഒരു ബോദറേഷൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ഉള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളെ പ്രതി പ്രൊട്ടക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇതെല്ലാം വൈസ് വേഴ്സയും എടുത്തോളണേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഞാൻ കണക്ട് ചെയ്യുന്നത്. ചില കാർഡുകൾ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യും, ചില കാർഡ്സ് നിങ്ങളുടെ പേഴ്സണൽ റെസനേറ്റ് ചെയ്യും. രണ്ടും തന്നെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എംപറർ വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ എന്താ പറയുക, ചില മേജർ ഡിഫറൻസസ് എന്ന് വെച്ചാൽ കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനത്തെ ഡിഫറൻസസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതും ഒരു ബോധറേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവരിയ്ക്കുന്ന പദവി ഒക്കെ, ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഇടയിൽ. അതൊക്കെ ഇവർക്കൊരു ബോധറേഷനായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു പോകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷെ നിങ്ങളെ പ്രതി അവർ വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ടെംപറൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറയുക, എന്തെങ്കിലും മനസ്താപങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു പോകണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. അതുമാത്രമല്ല, നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു മനസ്സമാധാനം തോന്നാറുണ്ട്. ഓക്കെ, ആ ഒരു മനസ്സമാധാനം അവർക്ക് വേറെ എവിടെയും കിട്ടാറില്ല. ഓക്കെ, അവർക്ക് എന്ത് പ്രശ്നങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. നിങ്ങളത് കേൾക്കും, കേട്ട് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങളൊരു പരിഹാരം കൊടുക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു തീരുമാനത്തെ അവർ മാനിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ്. എത്ര പേർ അവരുടെ ചുറ്റിനും ഉണ്ടെങ്കിലും അവർക്ക് മാനസികമായിട്ട് ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ അവർ ചിന്തിക്കണം. നിങ്ങൾ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ്. ചിലരെങ്കിലും അവരുടെ ഫീലിങ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. എക്സ്പ്രസ് ചെയ്യുന്നതിനെ പറ്റി അവർ ചിന്തിക്കുകയാണ്. കാരണം തൊട്ടുമുകളിൽ 4 ഓഫ് വോൺസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തുറന്ന് പറഞ്ഞിട്ടില്ലാത്തവർ ഒരു പക്ഷേ തുറന്ന് പറഞ്ഞ് അതൊരു പ്രോപ്പർ റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ടും കാണുന്നു കേട്ടോ. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇനി പറയണം, പറയാതിരുന്നാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ, പറയാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു ലെവലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടിയാണ് കേട്ടോ. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തതായിട്ട്, പറയാൻ പറ്റാത്തതായിട്ട് യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ അവരുടെ ഒരു ബെസ്റ്റി എന്ന് പറയില്ലേ, അതും കൂടിയാണ് നിങ്ങൾ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഫോക്കസ് പോകുന്നുണ്ടോ ക്യാമറയുടെ? മജീഷ്യൻ നിങ്ങളെപ്പറ്റി തന്നെ മാനിഫെസ്റ്റ് ചെയ്യാണ്. അവർ തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. മാനിഫെസ്റ്റേഷൻസ് അല്ലാതെ ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടായിരിക്കും, നേർച്ചകൾ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ, തുറന്നു പറയൽ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങൾ അവരുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തുറന്ന് സംസാരിക്കണം, നിങ്ങളുടെ ഫീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നവർ മെയിനായിട്ട് ചിന്തിക്കുന്നുണ്ട്. ദ സൺ, നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പോസിറ്റിവിറ്റി അവർക്ക് വേറെ ആരുടെ അടുത്തും ഫീൽ ചെയ്യാറില്ല. അങ്ങനെ ഒരു നിങ്ങൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഒരു വ്യക്തിയാണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും അല്ലെങ്കിലും നമുക്ക് നമ്മുടെ പേഴ്സൻ്റെ തോട്ട്സിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള തോട്ട്സ്, ഫീലിങ്സും അതെ, വളരെ മനോഹരമായിട്ടുള്ള ഫീലിങ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത്. ഓക്കെ, ഇന്ന് പ്രബലമായിട്ട് കണ്ടത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്നു പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകിൽ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു പ്രപ്പോസൽ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ.
ഹാൻഡ് റിട്ടൺ മെസ്സേജസും കൂടി എടുക്കാം അല്ലേ? ഇന്ന് രാവിലെ ഞാൻ ടാരോ മറ്റേ ഒറാക്കിളുമാണ് എടുത്തിരുന്നത്. അപ്പോൾ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് കൂടെ പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ റീഡിംഗ് നടത്താം. ഓക്കെ, തോട്ട്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ. ഇന്ന് ഒരുപാട് പേഴ്സണൽ റീഡിംഗ് പെൻഡിങ് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഫുള്ള് കാർഡ്സ് എടുത്തിട്ടില്ല. ഷഫിൾ ചെയ്ത് കുറച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് മൊത്തം വായിച്ചു തരാം. ഓക്കെ. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഐ എം യുവേഴ്സ് ഫോർ എവർ. പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാര്യം ഞാൻ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഡു യു ലവ് മീ? നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണോ? കമ്മിറ്റ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, പ്രപ്പോസൽ, കല്യാണം, അങ്ങനെ എന്തോ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. യു ഡ്രൈവിംഗ് മീ ക്രേസി. നിങ്ങളത് പറയാത്ത കൊണ്ടാണ് ഇവർക്ക് വട്ടുപിടിക്കുന്നത് കേട്ടോ. ഐ എം കൺഫ്യൂസ്ഡ്. അവർക്ക് കൺഫ്യൂഷൻ ആണ്, കാരണം നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ലവ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഐ വിഷ് തിങ്സ് വുഡ് ബി ഡിഫറെൻറ്റ്. കാര്യങ്ങൾ വേറെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യു ആർ ദ വൺ ഫോർ മീ. അവർക്ക് നിങ്ങൾ മാത്രം മതി. ഒരു മിനിറ്റേ, വിളക്ക് തിരി താണുപോയി. അക്വേറിയസ്, കുംഭരാശി. യുവർ വോയിസ് ഹാസ് മാജിക് ഇൻ ഇറ്റ്. ഐ ലവ് ടു ഹിയർ യു. നിങ്ങളുടെ ശബ്ദം അവർക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. മെസ്സേജ് മീ, കോൾ മീ. അവരെ വിളിക്കൂ, സംസാരിക്കൂ. പൈസസ്, മീനരാശി. കാപ്രിക്കോൺ, മകരരാശി. മാരി മീ. പ്രപ്പോസൽ ഞാൻ പറഞ്ഞില്ലേ. യു ഹാവ് ചേഞ്ച്ഡ്. നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അത്ര. വോണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് വിത്ത് യു. അവർക്ക് അവരുടെ ജീവിതം നിങ്ങളുടെ ഒപ്പം ജീവിച്ച് തീർത്താൽ മതി. വെൻ യു വാക്ക്ഡ് അവേ യു ലെഫ്റ്റ് മീ വിത്ത് ക്വസ്റ്റ്യൻസ്. നിങ്ങളൊന്നും പറയാതെ വിട്ടുപോയെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് കേട്ടോ. ബറി മൈസെൽഫ് ഇൻ വർക്ക് ടു ഫൊർഗെറ്റ് അബൌട്ട് യു. ഒരു കൂടുതൽ ജോലി ഏറ്റെടുത്ത് ചെയ്യാണ് നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട്. മറക്കാനല്ല, നിങ്ങളിൽ നിന്നും മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാണാതിരിക്കുമ്പോൾ കാണണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ. അവരെ വിട്ടുകളയല്ലേ. യു ഹാവ് ലൈഡ് ടു മീ. എന്താണ്, നിങ്ങൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതാണ് ലൈ അല്ലേ. നമ്പേഴ്സ് 6, 15, 24. നിങ്ങൾക്ക് അവരെ ഇഷ്ടം ഉണ്ടായിട്ട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ശരി, അടുത്ത മെസ്സേജ് നോക്കാം കേട്ടോ. യു ഇല്ലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്. മൂവ് ഓൺ ചെയ്ത ആളാണ് പറയുന്നത് ബി മൈ ലൈറ്റ് എന്ന്. ന്യൂ ബിഗിനിങ്സ് ഞാൻ പറഞ്ഞില്ലേ, 4 of Wands. ടെൽ മീ യു ആർ മൈൻ. നിങ്ങൾ അവരുടെ മാത്രമാണ് എന്ന് പറയൂ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് പറയാൻ സാധിക്കാത്തത്. 2 souls 1 heart with you. I choose love every single day. നിങ്ങളുടെ സ്നേഹം അത് മാത്രം മതി അവർക്ക്. ഐ ഹാവ് റോങ്ഡ് യു, ഫോർഗിവ് മീ. മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. ക്യാൻ വി ടോക്ക്? നമുക്ക് സംസാരിക്കാമോ? വിളിക്കൂ, സംസാരിക്കാം അല്ലേ. ഐ തിങ്ക് ഓഫ് യു വെൻ ഐ ഫീൽ ലോസ്റ്റ് ഇൻ ലൈഫ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഏറ്റവും വലിയ സപ്പോർട്ടാണ് അവർക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ അവർ നിങ്ങളെയാണ് ആദ്യം ഓർക്കുന്നത് എന്ന്. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. അവർക്ക് നിങ്ങളെക്കാൾ നല്ലൊരു വ്യക്തിയെ കിട്ടും എന്ന് പറയാണ്. നത്തിങ് റിയലി മേക്ക് സെൻസ് വിത്തൗട്ട് യു. ഒന്നിലും ഒരു അർത്ഥമില്ല നിങ്ങളില്ലെങ്കിൽ എന്ന്. അതാണ് റിയൂണിയൻ. ഐ വോണ്ട് ടു ബി വിത്ത് യു. അവർക്ക് നിങ്ങളുടെ കൂടെ ആയിരുന്നാൽ മതി. ഐ എം നോട്ട് ഏബിൾ ടു മൂവ് ഓൺ. ഐ ഹാവ് മൂവ്ഡ് ഓൺ എന്ന് അപ്പറേ പറഞ്ഞതാണേ കുറച്ച് മുന്നേ. എന്താ പറഞ്ഞ? ഐ ഹാവ് മൂവ്ഡ് ഓൺ എന്ന്. ഇപ്പം മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അത്ര. യു ആർ സോ സ്പെഷ്യൽ. അതാണ്, നിങ്ങൾ ഭയങ്കര സ്പെഷ്യലായിട്ടൊരു പേഴ്സൺ ആണ്. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്. അവർക്ക് നിങ്ങളെന്ന് തിരികെ കെട്ടിപ്പിടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഫോർ അവർ ലവ് ഐ ക്യാൻ വെയിറ്റ് ഫോർ എവർ. ഒരു ജീവിതം മുഴുവൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ലവിന് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് അവർ കരുതുന്നു. ഐ റിഗ്രറ്റ് മൈ ആക്ഷൻസ്. നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമമുണ്ട്. നമ്പേഴ്സ് 3, 21, 12, 30. വിർഗോ, ഐ എം ജെല്ലസ്.
ജലസായിട്ട് ഫീൽ ചെയ്യുന്നു. ഇൻസെക്യൂരിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്പർ 7, 16, 25. യു ആർ മൈ ലക്കി ചാം. നിങ്ങൾ അവർക്ക് ഏറ്റവും ലക്ക് കൊണ്ടുവരുന്ന വ്യക്തിയാണ്. നമ്പേഴ്സ് 8, 17, 26. സഡൻ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരും. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ആരുടെയോ പ്രശ്നമാണ് കേട്ടോ. ഐ ലവ് യു. ഇതിപ്പോൾ എപ്പോഴും വരുന്നുണ്ട്. 222 റീയൂണിയൻ. തേർഡ് പാർട്ടി നോസ്. ചിലർക്കെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടെന്ന് നമ്മുടെ റീഡിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഐ എം ഗെയിനിങ് ക്ലാരിറ്റി അബൌട്ട് അവർ റിലേഷൻഷിപ്പ്. അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിട്ട് അവർക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. ഐ നോ യു ആർ ദ വൺ ഫോർ മീ. ഐ ലവ് യു. വീണ്ടും ഐ ലവ് യു. ഓ, നല്ല കാര്യം അല്ലേ. ഈ മെസ്സേജിൽ കൂടിയെങ്കിലും തുറന്നു പറയാൻ പറ്റാത്തവർ അവരുടെ സ്നേഹം വെളിപ്പെടുത്തട്ടെ. നല്ലത് അല്ലേ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. വേറെന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യൂ. നമുക്ക് നോക്കാം. വേറൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ.